നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ടെമ്പിളിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ വിളയാടുന്ന മണ്ണിലാണ് ഞങ്ങൾ ഉള്ളത്. അപ്പോൾ ഗുരുവായൂരപ്പൻ അത്ര നിസ്സാരക്കാരനല്ല. ഗുരുവായൂർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കില്ലേ ഗുരുവായൂർ അമ്പലത്തെ പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രശസ്തമായിട്ടുള്ള അമ്പലം തന്നെയാണ് ഗുരുവായൂർ. നിങ്ങളെല്ലാവരും വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുകയും ചെയ്യായിരിക്കും. എന്നാൽ അറിയാത്തവരും കാണാത്തവരും ഒക്കെ ഉണ്ടാവും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ മൊത്തം കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പക്ഷേങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫോണ് അലൗഡ് അല്ല കേട്ടോ. എന്നാലും ഞങ്ങളെ കൊണ്ട് എടുക്കാനാവുന്ന രീതിയിൽ അലൗഡായ സ്ഥലത്തുള്ള കാഴ്ചകളെല്ലാം എടുത്തിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അമ്പലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വരിക കേട്ടോ. വരാത്തവർ എന്തായാലും വരിക. കാരണം ഗുരുവായൂരപ്പൻ അത്രയും ശക്തിയുള്ള ദൈവമാണ്. എല്ലാവരും വന്നിട്ട് ദർശിക്കുക. അപ്പോൾ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളിതാ ശ്രീകൃഷ്ണന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് കേട്ടോ. എല്ലാവരും ഒന്നും അവിടെ എത്തിപ്പെടൂല. അത് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണൻ തന്നെ നമ്മളെ മാടി വിളിക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ഗുരുവായൂർ പോയിട്ടുള്ളത് പണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ഞാൻ എൻ്റെ ആൻറ്റീൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. പിന്നെ അതിനുശേഷം പിന്നെ ഒരുപാട് കാലം ഞാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യാലിയ ബേബീൻ്റെ ഫസ്റ്റ് ചോറൂണ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ഈ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. കാരണം ഞങ്ങൾ പ്രേമിക്കുന്ന കാലം, അതായത് ഞങ്ങളുടെ പ്രണയകാലത്ത് ഞങ്ങൾ പറഞ്ഞു വെച്ചൊരു നേർച്ചയാണ്. ഞങ്ങൾക്ക് കുഞ്ഞനുണ്ടായാൽ ഞങ്ങൾ ഗുരുവായൂർ വന്ന് ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ദൈവസഹായം തന്നെ പറയാം. യാലിയൻ്റെ ചോറൂണ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഗുരുവായൂരിന്ന് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഞാനൊരു കൃഷ്ണ ഭക്ത കൂടിയാണ്. അപ്പോൾ കൃഷ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഏട്ടനെ തന്നത്, അതായത് എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് തന്നത് ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കഥ ഞാൻ പിന്നീട് ഒരു ലവ് സ്റ്റോറി ആയിട്ട് നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾക്ക് ആ കഥ കേൾക്കണ്ടേ? അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ അമ്പലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പോകുന്ന സമയത്ത് എവിടെയും പോകുന്ന വഴിക്ക് കയറാന്നോ അങ്ങനെ എനിക്ക് വിചാരിച്ചു പോയിട്ടോ ഇത് കാര്യമില്ല. കാരണം നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല. മര്യാദയ്ക്ക് ദൈവത്തിനെ കാണാനും പറ്റൂല, ചില സമയം കാണാൻ തന്നെ പറ്റൂല. കാരണം അത്രയും വലിയ ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ എപ്പം പോയാലും ഭയങ്കര തിരക്കാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ 1 അല്ലെങ്കിൽ 2 ദിവസം മുന്നേ പോവാ. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ ദർശനം വാങ്ങുക കേട്ടോ. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തജനങ്ങളെയും കൊണ്ട് നിൽക്കാനാവാത്ത അവസ്ഥയാണ്. കാരണം ഇത്രയും ജനങ്ങളാണ് കേട്ടോ വരുന്നത്. ഇത്രയും ജനങ്ങൾ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അടുത്ത് വരുന്നത് ഗുരുവായൂരപ്പന്റെ ശക്തി കൊണ്ടല്ലാണ്ട് വേറെ എന്തുകൊണ്ടല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താന്ന് വെച്ചാല്, നമുക്ക് എന്തേ ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിലീസായി പോവും. കാരണം നമ്മുടെ മൈൻഡ് ഒക്കെ ക്ലിയർ ആവട്ടോ. അതുപോലെ തന്നെ പണ്ട് നമ്മുടെ നന്ദനം സിനിമ, അതായത് പൃഥ്വിരാജിന്റെ നന്ദനം സിനിമ ഇറങ്ങിയ സമയത്ത് അറിയപ്പെട്ട, അതായത് നന്നായി അറിയപ്പെട്ട ഒരു അമ്പലമാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലം. അതുമാത്രമല്ല, ഇപ്പോ ഗുരുവായൂർ അമ്പല നടയിൽ തന്നെ പറഞ്ഞൊരു എന്താ പറയണ്ടേ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. അപ്പോൾ ആ സിനിമയിൽ തന്നെ നമ്മുടെ ഗുരുവായൂരിന്റെ അത്യാവശ്യം ഭംഗിയും കാര്യങ്ങളൊക്കെ ആയി സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടെ നൃത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടെ കല്യാണങ്ങൾ, ഒരുപാട് മാരേജുകൾ നമ്മുടെ ഗുരുവായൂർ വെച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തുന്ന ഒരു ട്രെൻഡ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അധികം ആൾക്കാരും ഗുരുവായൂർ വെച്ച് കല്യാണം കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് തവണ ഗുരുവായൂർ പോയിട്ടുണ്ടെന്ന്. എന്നാൽ ഞാൻ ഈ ഗുരുവായൂർ ഈ കുളം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഞാൻ ഇതുവരെ പോയ സമയത്ത് ഞാൻ ഈ കുളം കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ പലരും അങ്ങനെ തന്നെ ആയിരിക്കൂലേ, ഗുരുവായൂർ പോയ സമയത്ത് ഈ കുളം കണ്ടിട്ടുണ്ടാവുകയല്ല. വീഡിയോയിൽ ഈ ഡ്രസ് കോഡ് കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഇതെന്താണെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മാരേജും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ അതിന്റെ ഡ്രസ് കോഡാണ് കേട്ടോ നിങ്ങളിപ്പം കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗുരുവായൂർ അമ്പല നട. നിങ്ങളുടെ സിനിമയിൽ കേട്ടിട്ടില്ലേ ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂർ അമ്പല നട. അപ്പോൾ ഞങ്ങളുടെ ദർശനമൊക്കെ കഴിഞ്ഞ്
ഞങ്ങൾ നല്ല രീതിയിൽ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ പോകുന്ന വൈകിതാ ഒരുപാട് ചിത്രങ്ങൾ, കൃഷ്ണൻ്റെയൊക്കെ ചിത്രങ്ങളും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പർച്ചേസൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ പർച്ചേസൊക്കെ ചെയ്യാം. ഞങ്ങൾ പോയ സമയത്ത് നമ്മുടെ ഫിലിം ആക്ടർ അനുശ്രീ ഇല്ലേ, അനുശ്രീ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റികളും സിനിമാ നടന്മാരും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്ഷേത്രമാണിത്. നിങ്ങൾ പോയ സമയത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വരാത്തവരെന്തായിട്ടും വരിക, ഗുരുവായൂരപ്പനെ കാണുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ.